മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്കിന്ന് എന്താണ് പഠിക്കാനുള്ളത്? ഇന്നൊരു ചെറിയ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. തൻ്റെ സരസവും ബുദ്ധിപൂർവവുമായ കഥകളിലൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മുല്ല നസറുദ്ദീൻ ഹോജയുടെ കഥ. കഥയുടെ പേര് വെണ്ണയുണ്ടെങ്കിൽ. മുല്ല നസറുദ്ദീൻ ഹോജയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 13-ാം നൂറ്റാണ്ടിൽ തുർക്കിയിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന സരസനായ ഒരു സൂഫിയായിരുന്നു മുല്ല നസറുദ്ദീൻ ഹോജ. ടർക്കി തലപ്പാവും കാലറ്റം വരെ എത്തുന്ന നീണ്ട ഉടുപ്പും ധരിച്ച് നീണ്ട വെള്ളത്താടിയുമായി കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന മുല്ലയുടെ തമാശകൾ കോടിക്കണക്കിന് മനുഷ്യഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ചിത്രത്തിൽ നിങ്ങൾക്ക് 2 പേരെ കാണാം. ആരൊക്കെയാണ് അവർ? അവർ മുല്ല നസറുദ്ദീൻ ഹോജയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്. അവരെന്താണ് പറയുന്നത് നോക്കൂ. മുല്ല നസറുദ്ദീൻ ഭാര്യയോട് പറഞ്ഞു, കുറച്ച് വെണ്ണ കൊണ്ടുവരൂ. വെണ്ണ കഴിക്കുന്നത് കണ്ണിന് വളരെ നല്ലതാണ്. വെണ്ണ തീർന്നുപോയി. ഭാര്യ പറഞ്ഞു, വളരെ നന്നായി. വെണ്ണ പല്ലുകൾക്കും മോണകൾക്കും നന്നല്ല. നിങ്ങളുടെ ഏത് പ്രസ്താവനയാണ് ശരിയായത്? ഭാര്യ, വീട്ടിൽ വെണ്ണയുണ്ടെങ്കിൽ ആദ്യത്തേതും ഇല്ലെങ്കിൽ രണ്ടാമത്തേതും. മുല്ല പറഞ്ഞു. നമ്മെ ചിരിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കഥയല്ലേ ഇത്? അല്ലേ? കഥയിൽ വെണ്ണ കഴിക്കുന്നത് നല്ലതാണ് എന്നായിരുന്നു ആദ്യം ആരഭിപ്രായപ്പെട്ടത്? മുല്ല നസറുദ്ദീൻ അഭിപ്രായപ്പെട്ടത്. പക്ഷേ വെണ്ണ തീർന്നുപോയി എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ അഭിപ്രായം മാറ്റി. എന്താ പറഞ്ഞത്? വെണ്ണ തീർന്നത് നന്നായി, അത് പല്ലിനും മോണയ്ക്കും നല്ലതല്ല എന്ന് പറയുന്നു. ആദ്യം അദ്ദേഹം എന്താ പറഞ്ഞത്? കുറച്ച് വെണ്ണ കൊണ്ടുവരൂ, വെണ്ണ കഴിക്കുന്നത് കണ്ണിന് വളരെ നല്ലതാണ് എന്നാണ്. നിങ്ങളുടെ ഏത് പ്രസ്താവനയാണ് ശരിയായത് എന്ന് ഭാര്യ ചോദിച്ചപ്പോൾ വീട്ടിൽ വെണ്ണയുണ്ടെങ്കിൽ ആദ്യത്തെ പ്രസ്താവനയാണ് ശരി, അതായത് വെണ്ണ കഴിക്കുന്നത് കണ്ണിന് വളരെ നല്ലതാണ് എന്നത്. എന്നാൽ വീട്ടിൽ വെണ്ണ ഇല്ലെങ്കിൽ രണ്ടാമത്തേതാണ് ശരി എന്നല്ലേ മുല്ല പറയുന്നത്? രണ്ടാമത്തേത് ശരി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെണ്ണ ഇല്ലെങ്കിൽ വെണ്ണ പല്ലുകൾക്കും മോണകൾക്കും നന്നല്ല എന്നുള്ള എൻ്റെ അഭിപ്രായമാണ് ശരിയെന്ന് മുല്ല പറയുന്നു. ആഗ്രഹിച്ചത് സാധിക്കാതെ വരുമ്പോൾ മനുഷ്യൻ അതിന് കുറേ കുറവുകൾ കണ്ടുപിടിക്കുകയാണ് പതിവ്. വെണ്ണയുണ്ടെങ്കിൽ കണ്ണിന് നല്ലതാണ്, വെണ്ണ ഇല്ലെങ്കിൽ പല്ലിനും മോണയ്ക്കും അത് ദോഷമാണെന്ന് കുറ്റം പറയുന്നു. 2 സന്ദർഭങ്ങളിലും അദ്ദേഹം നൽകിയ മറുപടികൾ രസകരമായിരുന്നു. ഏത് സന്ദർഭത്തിനും അനുയോജ്യമായ തരത്തിൽ സരസ സംഭാഷണം നടത്താനുള്ള കഴിവിൻ്റെ പ്രതിഫലനമല്ലേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മുല്ലയുടെ ഈ കഥയിലെ പരിഹാസം സമൂഹത്തിൽ ആർക്കാണ് കൊള്ളുന്നത്? സമൂഹത്തിലെ വാക്ക് മാറ്റി പറയുന്നവരുണ്ട് അല്ലേ? ഏതെങ്കിലും സന്ദർഭത്തിൽ ആദ്യം പറഞ്ഞ വാക്ക് പിന്നീട് മാറ്റി പറയുന്നവരുണ്ട്. അതുപോലെ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുന്നവരുണ്ട്. താൽക്കാലിക രക്ഷ നേടാൻ ശ്രമിക്കുന്നവർ അല്ലേ? തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞ് രക്ഷ നേടാൻ ശ്രമിക്കുന്നവർ. ഇവർക്കൊക്കെ മുല്ല കഥയിലെ പരിഹാസം കൊള്ളുമെന്നുള്ളത് തീർച്ചയാണ്. ഇനി നമുക്ക് വേറെ ചില മുല്ല കഥകളൊന്ന് കേട്ടു നോക്കാം. സ്വപ്നം. പാതിരയ്ക്ക് മുല്ല ബന്ധപ്പെട്ട് ഭാര്യയെ വിളിച്ചുണർത്തി. ഓടിപ്പോയി എൻ്റെ കണ്ണട കൊണ്ടുവരൂ, വേഗം, ഞാൻ അത്ഭുതകരമായ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് കുറേ കൂടി വ്യക്തമായി കാണാൻ കണ്ണട വേണം, വേഗം പോയി കൊണ്ടുവരൂ. രസകരമായ കഥയല്ലേ? ഇനി നമുക്ക് മറ്റൊരു കഥ കേട്ടു നോക്കാം. കഥയുടെ പേര് വാക്ക് മാറാത്തവൻ. മുല്ലയ്ക്ക് എത്ര വയസ്സായി? 40. 2 കൊല്ലം മുമ്പ് വയസ്സ് ചോദിച്ചപ്പോഴും ഇതേ ഉത്തരമാണല്ലോ പറഞ്ഞത്. അതെ, നിനക്കറിഞ്ഞുകൂടെ ഞാൻ കൂടെ വാക്ക് മാറാറില്ലെന്ന്. ഇനി മറ്റൊരു കഥ നോക്കൂ. കഥയുടെ പേര് പരുത്തിക്കൃഷി. മുല്ല ക്ഷൗരക്കടയിൽ ചെന്നു.
ക്ഷുരകന് നന്നേ പരിചയം കമ്മി. കത്തിക്ക് മൂർച്ചയുമില്ല. മുല്ലയുടെ താടി വടിച്ചപ്പോൾ തൊട്ടയിടത്തൊക്കെ മുറിഞ്ഞു. ചോര പൊട്ടുമ്പോൾ അത് നിർത്താൻ വേണ്ടി മുറിഞ്ഞയിടത്തൊക്കെ അയാൾ അല്പം പഞ്ഞി വയ്ക്കുന്നുണ്ടായിരുന്നു. അതായത് മുല്ല ഒരു ബാർബർ ഷോപ്പിൽ പോയതാണ്. മുടി വെട്ടുന്ന ആൾക്ക് വലിയ പരിചയമൊന്നുമില്ല, കത്തിക്കാണെങ്കിലും മൂർച്ചയുമില്ല. അപ്പം മുല്ലയുടെ താടി വഴിച്ചപ്പോൾ തൊട്ടടുത്തൊക്കെ മുറിഞ്ഞു. ചോര പൊട്ടുമ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അത് ചോര പൊടിയുന്നത് നിർത്താൻ വേണ്ടി ആ മുറിഞ്ഞ ഇടത്തൊക്കെ അല്പം പഞ്ഞി വെക്കുന്നുണ്ടായിരുന്നു. ആര്? ബാർബർ. ഇത് കുറേ നേരം തുടർന്നു. മുല്ലയുടെ മുഖത്തിൻ്റെ ഒരു വശം പഞ്ഞി കഷ്ണം കൊണ്ട് നിറഞ്ഞു. കാരണം മുഖത്ത് എല്ലായിടത്തും മുറിവ് പറ്റുന്നു. അതിനനുസരിച്ച് ബാർബർ ഷോപ്പുകാരൻ എന്ത് ചെയ്യുന്നു? പഞ്ഞി മുഖത്ത് വയ്ക്കുന്നു. അങ്ങനെ മുഖത്തിൻ്റെ ഒരു വശം മുഴുവൻ പഞ്ഞി നിറഞ്ഞു. ക്ഷുരകൻ മറ്റേ കവിളിലേക്ക് തിരിഞ്ഞപ്പോഴാണ് മുല്ല കണ്ണാടി നോക്കിയത്. തൻ്റെ ഒരു കവിളിലെ പരുത്തി കൃഷി കണ്ട് അദ്ദേഹം ചാടി എണീറ്റു. അതായത് ക്ഷുരകൻ ഇനി മറുവശത്തെ താടി വടിക്കുന്നതിന് വേണ്ടിയിട്ട് അയാളെ തിരിച്ചു നിർത്തിയതാണ്. അപ്പോഴാണ് ഇദ്ദേഹം എന്ത് കണ്ടത്? തൻ്റെ കവിളിൻ്റെ അവസ്ഥ കണ്ടത്. അപ്പം മുല്ല എന്തു പറഞ്ഞു? മതി നന്ദി അനിയ, ഞാൻ മറുവശത്ത് ബാർലി കൃഷി ചെയ്തു കൊള്ളാം. ഒരു വശത്ത് ഏതായാലും നിങ്ങൾ പഞ്ഞി കൃഷി ചെയ്തല്ലോ, പരുത്തി കൃഷി ചെയ്തല്ലോ, ഇനി മറുവശത്ത് എൻ്റെ താടിയുടെ മറുവശത്ത് ഞാൻ ബാർലി കൃഷി ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. പ്രായവ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ആസ്വദിക്കാനും ചിന്തിക്കാനും വക നൽകുന്നതാണ് മുല്ലാക്കഥകൾ. വളരെ ലളിതമായ തത്വങ്ങളാണ് ഈ കഥയിലുള്ളത്. മുല്ല നസറുദ്ദീൻ ഹോജയുടെ കഥകൾ ഇനിയും ധാരാളമുണ്ട്. അവ കണ്ടെത്തി വായിക്കണം. മാത്രമല്ല നിത്യജീവിതത്തിൽ വീണ് കിട്ടുന്ന ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന നർമ്മരചനകൾക്ക് വാതിൽ തുറന്ന ഒട്ടനവധി കഥകൾ നമുക്കുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തെന്നാലിരാമൻ കഥകൾ, ബീർബൽ കഥകൾ, നമ്പൂതിരി ഫലിതങ്ങൾ, കുഞ്ചൻ നമ്പ്യാർ കഥകൾ. ഇതൊക്കെ കണ്ടെത്തി വായിക്കണം. ചിരിയിലൂടെ ചിന്തയെ ഉണർത്തുന്ന കൃതികളാണ് ഇവയൊക്കെ. സാമൂഹിക തിന്മയ്ക്കെതിരെ പ്രതികരിക്കാൻ ഹാസ്യമാണ് ഏറ്റവും ഉത്തമമായ ആയുധമെന്ന് ഈ കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഥ 1-2 തവണ വായിക്കണം.